മനുഷ്യരായ നാം ഒരുപാട് പരിമിതികൾ ഉള്ളവരാണ്. നമുക്ക് ആഗ്രഹിക്കാവുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകണമെന്നില്ല. ഒരുപാട് അസാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. പലപ്പോഴും നാം കാണുന്നത് അസാധ്യതകളെയാണ്. നമ്മുടെ ചുറ്റും നാം കാണുന്നത് അസാധ്യതകളായിരിക്കാം. ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നാം പലപ്പോഴും അത് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അസാധ്യതകളുടെ വലിയൊരു കൂമ്പാരം നാം നമ്മുടെ ചുറ്റും കാണുന്നു. അങ്ങനെ അസാധ്യതകൾ കാണുമ്പോൾ നാം പലപ്പോഴും സങ്കടമുള്ളവരായിത്തീരുന്നു. നമ്മുടെ സന്തോഷമെല്ലാം അസ്തമിക്കുന്നു. നാം ചിന്തിക്കുകയാണ്, എന്നെക്കൊണ്ട് ഇതൊന്നും സാധ്യമല്ല, എനിക്കിതൊന്നും ലഭിക്കുകയില്ല, എനിക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒന്നും നേടാൻ സാധിക്കുകയില്ല, ഞാൻ ഒരുപാട് പരിമിതികളുടെ മുൻപിലാണ്, എൻ്റെ ചുറ്റും അസാധ്യതകളാണ്, എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, എൻ്റെ അസാധ്യതകൾ എന്നെ തകർക്കുവാൻ തുടങ്ങുന്നു, ജീവിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് അസാധ്യതകളുടെ മുൻപിൽ നാം നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഈ അസാധ്യതകൾ കണ്ടുകൊണ്ട് നാം നെടുവീർപ്പിട്ടതായ സന്ദർഭങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നില്ലേ? ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. സാധ്യമാകും എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അസാധ്യമായി തീരുമ്പോൾ നാം ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ്. ഇത് എനിക്ക് അപ്രാപ്യമാണ്, ഇതെനിക്ക് അസാധ്യമാണ്, എൻ്റെ മുൻപിൽ വഴികളില്ല, എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. അങ്ങനെ നിരാശയിലേക്ക് നാം സാവധാനത്തിൽ പതിക്കുകയാണ്. വാസ്തവത്തിൽ അസാധ്യതകളെപ്പറ്റിയുള്ള ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കെടുത്തിക്കളയുന്നത്. അസാധ്യതകളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതം നിരാശാപൂർണമാക്കുന്നത്. സാധ്യതയില്ല എന്ന് നാം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് തിരിച്ചറിവിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ട ഓർമ്മ നമുക്കുണ്ടാകുന്നില്ലേ? സാധ്യതയില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോൾ നാം നിരാശയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഇവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. ഇവിടെയാണ് മനുഷ്യൻ്റെ ജീവിതം നിരാശാപൂർണമാകുന്നത്. ഈ ഒരു പോയിന്റിലാണ് മനുഷ്യൻ ജീവിതത്തിൻ്റെ നൈമിഷികതയിലേക്ക് ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. നമ്മളൊക്കെ എത്ര നിസാരന്മാരാണെന്ന് നാം ചിന്തിച്ചു തുടങ്ങുന്നു. നമ്മുടെ ജീവിതം എത്രയോ ക്ഷണികമായിട്ടുള്ളതാണ് എന്ന് നാം ചിന്തിക്കുന്നു. നമ്മുടെ മുൻപാകെയുള്ള വഴികളെല്ലാം അടഞ്ഞു എന്ന് നാം കരുതുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ തപിക്കുന്നു. നാം വല്ലാത്ത നിരാശയിലേക്ക് പോകുന്നു. നമ്മുടെ ഹൃദയത്തിൽ നാം പറയുന്നു, എൻ്റെ മുൻപിലുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. ഈ രോഗത്തിൻ്റെ മുൻപാകെ, ക്ഷീണത്തിൻ്റെ മുൻപാകെ, ഈ പ്രതിസന്ധിയുടെ മുൻപാകെ, ഈ ഒരു ആവശ്യത്തിൻ്റെ മുൻപാകെ എല്ലാം അസാധ്യതകൾ മാത്രമാണ്. എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. എന്നെ സഹായിക്കുവാൻ ആർക്കും കഴിയുകയില്ല. എൻ്റെ എല്ലാ പ്രതീക്ഷകളും അറ്റുപോയിരിക്കുന്നു. മുൻപോട്ട് ഒരു ചുവട് വയ്ക്കുവാൻ എനിക്ക് സാധ്യമല്ല. അസാധ്യതകളുടെ വലിയ ഒരു കോട്ടയുടെ മുൻപാകെ ഞാൻ നിൽക്കുന്നു. ഇതിനപ്പുറം പോകുവാൻ എനിക്ക് സാധ്യമല്ല. അസാധ്യതയാകുന്ന വലിയ ഒരു കടലിൻ്റെ തീരത്ത് ഞാൻ നിൽക്കുന്നു. അപ്പുറം കാണുവാൻ എനിക്ക് സാധ്യമല്ല. ഇങ്ങനെ അങ്ങോട്ട് നാം ചിന്തിച്ച് നമ്മുടെ അസാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് നാം നെടുവീർപ്പിടുന്ന ഒരു സ്ഥിതിയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ആരെങ്കിലും ഈ നിലയിൽ തങ്ങളുടെ മുൻപിലുള്ള അസാധ്യതകളുടെ വലിയ കോട്ട കണ്ടുകൊണ്ട് വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. ദൈവവചനം നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് രാവിലെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തിരുവായ്മൊഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്നുള്ളതത്രേ. ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ സമീപിച്ച ഒരു യൗവനക്കാരനോട് രക്ഷയെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തു തിരുവായ്മൊഴിഞ്ഞ ഒരു ഭാഗം തന്നെയാണ്.
എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗം കൂടെ ആയിട്ടിരിക്കുന്നു. ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങൾ നാം നോക്കുമ്പോൾ ഈ വാക്യം അന്വർത്ഥമായിട്ടുള്ളതാണ്. അസാധ്യതകളെ മാറ്റി സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരത്തിൻ്റെ ഇടപെടലാണ് തിരുവെഴുത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നാം കാണുന്നത്. നമുക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ് എന്നുള്ളത് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. അസാധ്യതകളുടെ മുൻപിൽ നിരാശയോടുകൂടെ നിൽക്കുവാനല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. അസാധ്യതകളുടെ മുൻപാകെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനും ദൈവഹിതം വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുവാനും നമ്മോട് ദൈവം ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ആരംഭ ഭാഗം മുതൽ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നാം കാണുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ കനാൻ നാട്ടിലേക്കുള്ള മരുഭൂപ്രയാണത്തെ നോക്കുക. ആ യാത്രയിൽ ഉടനീളം നാം കാണുന്നത് അസാധ്യതകളെ ദൈവം സാധ്യമാക്കി കൊടുത്ത ചരിത്രങ്ങളാണ്. ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് അലമുറയിടുന്ന ജനത്തിൻ്റെ മുൻപാകെ ചെങ്കടലാകുന്ന അസാധ്യതയെ രണ്ടായി പിളർന്ന് ഉണങ്ങിയ നിലത്തുകൂടെ അവരെ അക്കരെ കടത്തിയ വലിയവനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നാം കാണുകയാണ്. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്വർഗീയ ഭോജ്യമായ മന്ന അവർക്ക് ദാനമായി നൽകി മരുഭൂമിയിൽ ജനത്തെ പോഷിപ്പിച്ച ദൈവത്തിൻ്റെ സാധ്യതയെ നാം കാണുന്നു. മരുഭൂമിയിൽ കാടപ്പക്ഷികളെ കൊണ്ടുവന്ന് തൻ്റെ ജനത്തിന് ആഹാരമായി കൊടുത്ത ദൈവം അസാധ്യതകളെ സാധ്യമാക്കിയതിൻ്റെ തെളിവാണല്ലോ നാം കാണുന്നത്. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന യോർദാൻ നദിയെ ഒഴുക്ക് നിർത്തി അതിൻ്റെ നടുവിലൂടെ ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പിച്ച വലിയവനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നാം ചരിത്രത്തിൽ കാണുകയാണ്. യെരിഹോ മതിലിനെ തകർത്ത് കളഞ്ഞ് യെരിഹോ പട്ടണം ഇസ്രായേൽ ജനത്തിന് അവകാശമായി കൊടുത്ത ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നാം കാണുന്നു. അസാധ്യതകളെ സാധ്യമാക്കി തരുന്ന വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ അറിയിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ രക്ഷ തന്നെ മനുഷ്യരാൽ അസാധ്യമാണ്. പാപമംഗലമായ ജീവിതത്തിൽ പാപത്തിന് അധീനമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു യൗവനക്കാരനെയാണ് നാം കാണുന്നത്. പൗലോസും ഇതുതന്നെയാണ് പറയുന്നത്. അയ്യോ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പക്ഷെ അതോട് ചേർന്ന് താൻ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തു മുഖാന്തരം ഈ വലിയ രക്ഷയെ നമുക്ക് അനുഭവമാക്കി തന്ന വലിയവനായ ദൈവം അസാധ്യതയെ സാധ്യമാക്കി മാറ്റുകയായിരുന്നു. ഇന്ന് രാവിലെ ദൈവഹിതത്താൽ അസാധ്യതകളെ സാധ്യമാക്കി തരുന്ന വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. വാസ്തവത്തിൽ ഒരു നിബന്ധനയുണ്ട്, അത് നാം മറക്കരുതാത്തതാണ്. ദൈവഹിതത്താലുള്ള യാചനകളാണ് ദൈവം സ്വീകരിക്കുന്നത്. അസാധ്യതകളെ സാധ്യമാക്കും എന്ന് ദൈവവചനം നമ്മോട് പറയുമ്പോൾ നാം മറിച്ച് ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ ആഗ്രഹത്താലുള്ള എല്ലാ അസാധ്യതകളും ദൈവം സാധ്യമാക്കി തരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവഹിതത്താലുള്ള യാചനകളിൽ അസാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനെ മുഴുവനും മാറ്റി ദൈവഹിതത്താൽ സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് നാം ആഗ്രഹിക്കേണ്ടുന്നത്. നമ്മുടെ ആഗ്രഹം ദൈവഹിതമായി മാറേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ദൈവഹിതത്തിനു വേണ്ടി നാം യാചിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് നമ്മുടെ മുൻപിലുള്ള ചെങ്കടലിനെ ദൈവം രണ്ടായി വിഭജിച്ചു തരുന്നത്. അപ്പോഴാണ് നമ്മുടെ മുൻപിലുള്ള യെരിഹോ മതിൽ തകർന്നു വീഴുന്നത്. അപ്പോഴാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ ആ നിലയിലുള്ള അനുഭവം നമുക്കുണ്ടാകുവാൻ ഇടയാകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവഹിതത്തിനനുസരിച്ചുള്ളതാവട്ടെ. നമ്മുടെ മുൻപിലുള്ളതായ എല്ലാ സാധ്യതകളെയും ദൈവഹിതത്താൽ ദൈവം മാറ്റിത്തന്ന് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം ഈ വലിയ സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ജീവിപ്പാൻ ഇടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ,
അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഹിതത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ അസാധ്യതകളുടെ മുൻപാകെ തകർന്നു പോകുവാനല്ല, അവിടുത്തെ ഹിതത്തിൽ ഞങ്ങൾ യാചിക്കുമ്പോൾ ഞങ്ങളുടെ അസാധ്യതകളെ മാറ്റിത്തന്ന് ഞങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹകരമായ പാത ഒരുക്കുന്നത് കണ്ടുകൊണ്ട് ആ പാതയിലൂടെ അവിടുത്തെ സാധ്യതകൾക്ക് നന്ദി പറഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. ആരും നിരാശപ്പെട്ടു പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകുന്ന ഉറപ്പും ധൈര്യവും പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയും ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസം